എല്ലാ കൂട്ടുകാർക്കും PSC എഡിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു തസ്തികയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ നമ്മുടെ കമൻറ്റ് ബോക്സിലും ടെലഗ്രാമിലും PM ആയി ചോദിച്ച ഒരു തസ്തികയാണ് 054/2022 കാറ്റഗറി നമ്പറിൽ വരുന്ന ഖാദി ബോർഡ് LDC അല്ലെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് എന്ന തസ്തിക. അത്തരത്തിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇന്ന് ഈ തസ്തികയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പരിശോധിക്കും. ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഒരു വിവരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. 054/2022 കാറ്റഗറി നമ്പറിൽ പെടുന്നൊരു തസ്തികയാണ് ഖാദി ബോർഡ് LDC. ഈ ഒരു പോസ്റ്റിലേക്ക് 2 ഘട്ടമായാണ് PSC എക്സാം നടത്തപ്പെട്ടത്. പ്രിലിംസ്, മെയിൻസ് എന്നീ 2 ഘട്ടങ്ങളായി PSC നടത്തി. ഇതിൽ പ്രിലിംസ് കാറ്റഗറിയിൽ തന്നെ 5ഓളം ഘട്ടങ്ങളായാണ് എക്സാം നടത്തപ്പെട്ടത്. ഏകദേശം 8,80,862 പേർ മത്സരിച്ച ഒരു പ്രിലിംസ് ആയിരുന്നു ഖാദി ബോർഡ് LDCയുടേത്. അത്തരത്തിലൊരു നല്ലൊരു എക്സാം അല്ലെങ്കിൽ മത്സരവീര്യം നടന്നൊരു എക്സാം ആയിരുന്നു ഖാദി ബോർഡ് പ്രിലിംസ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു കട്ട് ഓഫ് വരുന്നൊരു സാഹചര്യവും ആ പ്രിലിംസിനുണ്ടായി. 80.39 എന്ന നോർമലൈസ്ഡ് കട്ട് ഓഫാണ് ഇതിനൊരു പ്രിലിം സ്റ്റേജിൽ കട്ട് ഓഫായി പ്രത്യക്ഷപ്പെട്ടത്. ശേഷം ഇത് ക്വാളിഫൈ ചെയ്ത 37,000-ഓളം പേരാണ് മെയിൻസ് എക്സാമിന് വേണ്ടി PSC അലോട്ട് ചെയ്തത്. ഇത്തരത്തിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത 37,000-ഓളം പേർ ഈ കഴിഞ്ഞ ജൂലൈ 30 മെയിൻസ് എക്സാമിന് വേണ്ടി അവരുടെ പോരാട്ട വീര്യം കാഴ്ചവയ്ക്കാൻ തയ്യാറായി. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ മാറ്റുരച്ച ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമായി മാറാൻ ഇതിലൂടെ ഖാദി ബോർഡ് LDC ആയി എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ്. ഈ മെയിൻസ് എക്സാം എഴുതിയത് ഏകദേശം 30,000-ഓളം പേരാണ്. അതായത് കഴിഞ്ഞ ട്രിവാൻഡ്രം LDCക്ക് പോലും ഏകദേശം എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം വെറും 60% പക്ഷേ ഇവിടെ അതിതീവ്രമായ പ്രകൃതി ദുരന്തങ്ങളെയും ഗതാഗത തടസ്സങ്ങളെയും അവഗണിച്ച് സമയത്തിൻ്റെ പരിമിതികളെപ്പോലും മറികടന്ന് ഉദ്യോഗാർത്ഥികൾ എക്സാം ഹാളിലേക്ക് കുതിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് അന്ന് രാവിലെ നമുക്ക് എക്സാം ഹാളുകളിൽ കാണാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം 80% പുറത്ത് അറ്റൻഡൻസ് രേഖപ്പെട്ട ഒരു പരീക്ഷയായി ഖാദി ബോർഡ് LDC മാറി. അപ്പോഴും ഒരു വിഷമമായി നിഴലിക്കുന്നത് കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും പ്രകൃതിയുടെ കലിതുള്ളലിൽ ഈ എക്സാം നഷ്ടപ്പെട്ടു, ഈ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിലവിൽ 24ഓളം ഒഴിവാണ് PSCയിൽ റിപ്പോർട്ടായത്. അതിൽ ഫ്രഷ് 16ഓളം ഒഴിവ് റിപ്പോർട്ടായി. നോൺ ജോയിനിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ NJD കാറ്റഗറിയിൽ 8ഓളം ഒഴിവും റിപ്പോർട്ടായിട്ടുണ്ട്. ആകെ 24 ഒഴിവാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അവസാനമായി ഒഴിവ് റിപ്പോർട്ടായത് ഈ വർഷം ജനുവരി 29 ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 19,043,600 നോട്ടിഫിക്കേഷൻ പ്രകാരം. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഖാദി ബോർഡ് LDCക്ക് നമ്മൾ പഠിക്കേണ്ട സാഹചര്യം, ഇതിനേക്കാളും വേരിയസ് LGS എഴുതിയെടുക്കുകയാണെങ്കിൽ 23,000 ബേസിക് അല്ലേ, അതിനേക്കാളും 4,000 രൂപ ബേസിക് കുറഞ്ഞ തസ്തികയിലേക്ക് എന്തിന് പോകണം, അതും ഒരു സ്റ്റേറ്റ് എക്സാമാണ്. ഇത്രയും മത്സരം കാഴ്ചവെച്ച് പേര് LDC പക്ഷേ ബേസിക് LGSനേക്കാളും താഴെ സ്വാഭാവികമായും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്. എങ്കിൽ അത് ദൂരീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2022 നവംബറിലെ റിവൈസ്ഡ് പേ സ്കെയിൽ ആയിട്ടുണ്ട്. ഇത് പ്രകാരം 26,500-60,700 ഖാദി ബോർഡ് LDCയുടെയും പേ സ്കെയിൽ. അതായത് വേരിയസ് LDCയുടെ പേ സ്കെയിൽ എന്താണോ അത് തന്നെയാണ് ഖാദി ബോർഡ് LDCയുടെയും പേ സ്കെയിലായി വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ശമ്പളത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ശമ്പളം കുറവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു എക്സാമിന് ആരും, അല്ലെങ്കിൽ ഈ ഒരു ജോലി കിട്ടിയാൽ പോവാതിരിക്കരുത്, അല്ലെങ്കിൽ ആരും തന്നെ ഡിലീഷൻ കൊടുക്കാനും മുതിരരുത്. എനിക്ക് LGS കിട്ടിയതുകൊണ്ട് ഖാദി ബോർഡ് LDCക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടാവരുത്. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജുള്ള ഒരു ജോലി തന്നെയാണ് ഖാദി ബോർഡ് LDC എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ മുൻകാല റാങ്ക് ലിസ്റ്റ് വരുന്നത് 2020 ഫെബ്രുവരി 11 അതിൽ നിന്നും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് 2023
ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഈ ഒരു അഡ്വൈസോട് കൂടി ഈ ഒരു ലിസ്റ്റിൻ്റെ മുഴുവനായും എല്ലാവർക്കും ജോലി കിട്ടി. ഈ ലിസ്റ്റ് റദ്ദാവുന്നൊരു സാഹചര്യവും ഉടലെടുത്തു. ഇതിൽ ടോട്ടൽ അഡ്വൈസ് ലഭിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 158ഓളം പേർക്കാണ്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 139 ഈ 139 പേർക്കും ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് OCയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ജോലി ലഭിച്ചു. ബാക്കിയുള്ള കാറ്റഗറികൾ പരിഗണിക്കുകയാണെങ്കിൽ 99% വരുന്ന കാറ്റഗറികളും സപ്ലിയിലേക്ക് ഇറങ്ങി നിയമനം കൊടുക്കുന്ന സാഹചര്യവും ഈ ലിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈഴവയാണെങ്കിൽ സപ്ലിമെൻ്ററി 3ലേക്ക് കടക്കുന്ന സാഹചര്യം. നമ്മൾ SC പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ പേർക്കും നിയമനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ST പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ പേർക്കും, ലിസ്റ്റിനുള്ളിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും നിയമനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി മുസ്ലിമാണ് പരിശോധിക്കുന്നതെങ്കിൽ സപ്ലിമെൻ്ററി 14ലേക്ക് ഇറങ്ങി നിയമനം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. LC ആണെങ്കിൽ സപ്ലിമെൻ്ററി 2, OBC ആണെങ്കിൽ OBC വിത്ത് OC ആണ്. ഇനി വിശ്വകർമ്മ പരിശോധിക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി 2ലേക്ക് ഇറങ്ങി നിയമനം ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഈ ഒരു മുൻകാല നിയമനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അന്ന് അതിൻ്റെ കട്ട് ഓഫ് മാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 84 മാർക്കാണ്. ഒരിക്കലും ആ ഒരു കട്ട് ഓഫുമായി ഇപ്പോഴത്തെ പരീക്ഷയെ താരതമ്യം ചെയ്യരുത്. അത്രത്തോളം ഒരു വലിയ കട്ട് ഓഫ് ഒന്നും ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് മുൻകാലത്തെ കട്ട് ഓഫ് പറഞ്ഞെന്നേ ഉള്ളൂ, ഒരിക്കലും ആ ഒരു മാർക്ക് കട്ട് ഓഫായി വരികയില്ല. ഒന്നാം റാങ്കുകാരൻ്റെ മാർക്ക്, അതായത് 1-ാം റാങ്കിൽ അയച്ച ഉദ്യോഗാർത്ഥിക്ക് എഴുതി ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. അതായത് കട്ട് ഓഫ് 84-ഉം 1-ാം റാങ്കുകാരൻ്റെ മാർക്ക് 90-ഉമാണ്. ഏകദേശം 6 മാർക്കിന് ഇടയിലാണ് ഈ പറഞ്ഞ 139ഓളം പേർ ഉൾപ്പെട്ടത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രത്തോളം ഒരു 0.33 പോലും കോമ്പറ്റീഷൻ നടന്നൊരു തസ്തികയാണ് ഖാദി ബോർഡ് LDC. ഇനി ഈ ഒരു തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് പരിഗണിക്കാവുന്നത് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യതയാണ്. തുടക്കത്തിൽ LD ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടൻ്റായി ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് കാലാനുസൃതമായി നിങ്ങളുടെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ, സർവീസ് കാലാവധിയുടെ അടിസ്ഥാനത്തിൽ UD ക്ലർക്ക് അല്ലെങ്കിൽ UD അക്കൗണ്ടൻ്റായും, ശേഷം സ്റ്റോർ അസിസ്റ്റൻ്റായും, പിന്നീട് ഹെൽത്ത് ക്ലർക്കായും HSC ആയും, പിന്നീട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായും, പിന്നീട് സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായും നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സർവീസിൻ്റെ കാലാവധി അനുസരിച്ച് ഇത് പ്രൊമോഷൻ തസ്തികകൾ കൂടിയും കുറഞ്ഞും ഇരിക്കാം. എങ്കിലും ഏകദേശം ത്തോളം പേർക്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വരെയൊക്കെ പോകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു വസ്തുതയാണ്. ധാരാളം NJD വരുന്നൊരു തസ്തിക കൂടിയാണ് ഖാദി ബോർഡ് LDC. PSC ഇപ്പോൾ നിലവിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് ചുരുക്കൽ പ്രക്രിയയുണ്ട്. അതായത് കഴിഞ്ഞ അഡ്വൈസിന് സമാനമായി PSCയുടെ മെയിൻ ലിസ്റ്റ് ചുരുക്കുന്നൊരു സാഹചര്യം. PSC ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അഡ്വൈസിന് ആനുപാതികമായി റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയ ഒരു തസ്തിക കൂടിയായിരുന്നു ഖാദി ബോർഡ് LDC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ നിയമനം ലഭിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതും ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാവുന്നത് മുൻകാല അനുഭവത്തിൽ അല്ലെങ്കിൽ മുൻകാല ലിസ്റ്റ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉൾപ്പെടുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റ് മറ്റു ലിസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും. പൂർണ്ണമായും ഒരു വളരെ ചെറിയ ഷോർട്ട് ലിസ്റ്റാണെന്നല്ല, എങ്കിലും അത്യാവശ്യം ചെറിയ ലിസ്റ്റായിരിക്കും. ആ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മെയിൻ ലിസ്റ്റിൻ്റെ മൂലയ്ക്ക് ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിയമനം ലഭിച്ചിരിക്കും. അത് നമുക്ക് വളരെ PSC ഇവിടെ മറ്റ് സമാനമായ ലിസ്റ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സാഹചര്യമുള്ള വളരെ ചുരുക്കം ലിസ്റ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിലൊരു ലിസ്റ്റായി നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഖാദി ബോർഡ് LDC. നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ജോലി ലഭിച്ചിരിക്കും. അപ്പം നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കാം, എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു വീരവാദം മുഴക്കാൻ കാരണം? അങ്ങനെ മുഴക്കാൻ കാരണം സമാനമായ മുൻകാല അനുഭവങ്ങൾ 1. 2, ഇത് കേരളത്തിലെ 30,000-ഓളം
കിഡിലോസ്കി ഉദ്യോഗാർത്ഥികൾ എഴുതിയൊരു പരീക്ഷയാണ്. അതായത് സമാനമായി അവർ എഴുതുന്ന മറ്റു ലിസ്റ്റുകളിൽ അവർ തന്നെയായിരിക്കും ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അവർ മറ്റു ജോലികളെ ആശ്രയിക്കുമ്പോൾ ഇതിൽ NJDയോ ഡിവിയേഷനോ ആയി മാറാനുള്ള സാഹചര്യം മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും ഇനി വരുന്ന നാളുകളിലും അനുഭവപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുന്നൊരു സാഹചര്യം ഈ കൊല്ലവും ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് PSC ഇത്തരത്തിലുള്ളൊരു NJD ഡിലീഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ച് അത്യാവശ്യം മാന്യമായൊരു ലിസ്റ്റ് ഇടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവണം എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൂടി പരിഗണിച്ചായിരിക്കണമേ PSC ലിസ്റ്റ് ഇടുന്നത് എന്ന് നമ്മളൊരു അപേക്ഷ കൂടി വയ്ക്കുന്നു. ഇനി നമ്മുടെ ഏറ്റവും അവസാനമായി നടന്ന ജൂലൈ 30 എക്സാമിനെ കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായൊരു സ്റ്റാൻഡേർഡുള്ള എക്സാം ആയിരുന്നു ജൂലൈ 30 നടന്നത്. വളരെ ഈസിയാണ് എന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, എന്നാൽ വളരെ ടഫാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായിരുന്ന എക്സാം ആയിരുന്നു അത്. PSC എഡിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു കട്ട് ഓഫ് പ്രവചനത്തിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല. കാര്യം അത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന മാർക്കിനേക്കാളും കൂടാം അല്ലെങ്കിൽ കുറയാം. അത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തെയും ഈ ഒരു മെയിൻസ് എക്സാം നടന്ന് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആൻസർ കീ വന്ന് ഒരു മാസത്തിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഫൈനൽ കീയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയെല്ലാം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്നത്. അതിൻ്റെ അന്തിമാധികാരി PSC തന്നെയാണ്. എങ്കിലും ഒരു 100ഓളം ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ പരിഗണിച്ചതിൽ നിന്നും നമ്മൾ എത്തിയ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു സേഫ് സ്കോറായി നമ്മൾ എത്തിയത് 69+ ആണ്. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ 69-ന് മേൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം എന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മളുടെ മാത്രം ഒരു അനുമാനമാണ്. ഒരിക്കലും ഇത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ഇത് ശരിയായേക്കാം, എന്നാലും പ്രോബിലിറ്റിയാണ്, തെറ്റാനാണ് സാധ്യത കൂടുതൽ. എന്തു തന്നെ ആയാലും ഈ ഒരു ലിസ്റ്റിൽ അത്യാവശ്യം നല്ല മാർക്ക് 70-ന് മേലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത്തരത്തിൽ ഈ ഒരു തസ്തികയെ ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തസ്തികയെ ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായും ലൈക്കിനോടൊപ്പം ഒരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തി ഞങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി വരുന്ന എക്സാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. ഖാദി ബോർഡ് LDCയുടെ ആദ്യ റാങ്കുകൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.